ചേച്ചി ഭയങ്കര അട്രോസിറ്റീസിലൂടെയാണ് ഭയങ്കര പീഡനങ്ങളിലൂടെയാണ് പുള്ളിക്കാരി കടന്നുകൊണ്ടുപോയത്. നമുക്ക് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള അവർ അനുഭവിച്ചിട്ടുള്ള കാര്യം എൻ്റെ അടുത്ത് പറയണത്. അതും എൻ്റെ അടുത്തേ പറഞ്ഞിട്ടുള്ളൂ, അമ്മയുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. സുരേഷ് അങ്കിളായിട്ടുള്ള നമ്മുടെ ഇതുവരെയും ഭയങ്കരമായിട്ട് സൈബർ ബുള്ളീഡ് ആയിട്ടുള്ള അഗൈൻ ഈ പറഞ്ഞ പോലെ ഒരു 10 കമന്റുകളിൽ ഈ ഒരു സാധനം വരുമ്പോഴാണ് പയ്യെ ആൾക്കാർ ഇത് അങ്ങനെ ആയിരുന്നല്ലോ എന്ന് ബാക്കി കമന്റ് ചെയ്യാം. ആസ് ഐ സെഡ് ഒരുപാട് ത്രെഡ് കോൾസും ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കാലത്തേക്ക്. ആൻഡ് ഇറ്റ്സ് ദ ബെസ്റ്റ് ടു നോട്ട് ഡിപ്പെൻഡ് ഓൺ എനിബഡി പുറത്ത്. ഈ പറഞ്ഞോട്ട് നമ്മുടെ ഉള്ളിൽ ഇപ്പൊ ഒരു വാശിയായി ചേച്ചി. ഞാൻ ജനിച്ച എൻ്റെ മണ്ണിൽ ഞാനൊന്നും ചെയ്യാതെ ആരുടെയൊക്കെയോ വാശി തീർക്കാൻ വേണ്ടി ബലിയാടായിട്ട് എനിക്കിവിടെ തന്നെ പ്രൂവ് ചെയ്യണം. ഒരുപാട് സഫർ ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഫിനാൻഷ്യലി ഞങ്ങൾ ഭയങ്കര വീക്കായി പോയി ഒരുപാട് സിറ്റുവേഷൻ. എന്നാൽ പുറത്ത് പറയുന്ന കഥയൊന്നും ഇതൊന്നും അല്ല കേട്ടോ. കോടികളുടെ കഥകളൊക്കെയാണ് നമ്മുടെ വി ആർ എൻടൈറ്റിൽഡ് അല്ലെങ്കിൽ ഞങ്ങളെപ്പറ്റി പറയുന്നത്. ബട്ട് മൈ ഡ്രീം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഫാമിലീനെ ആർക്കും ഞാൻ എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ കയറാൻ പേടിക്കണം, കയറി പണിയാൻ പേടിക്കണം. അതാണ് എൻ്റെ ഡ്രീം. ഞങ്ങളെ ഹെൽപ്പ് ചോദിച്ചാൽ ഞങ്ങൾക്ക് എന്ത് കാര്യത്തിലാണെങ്കിലും ഹെൽപ്പിന് വരുന്നവരുണ്ട്. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നവർക്കും പല രീതിയിലുള്ള ത്രെഡ് കോൾസും സീൻസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമ്മളെ പറ്റി പറയുന്ന നെഗറ്റീവായി ചിന്തിക്കുന്നവരെ തിരുത്തേണ്ട ബാധ്യത നമുക്കില്ല. ഒരു പരിധി വരെയൊക്കെയാണ് ഞാൻ അങ്ങനെ വിചാരിക്കാറുള്ളൂ. കാരണം ഇപ്പം ഞാൻ വളരുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഈ ഒരു ഇൻഡസ്ട്രി ചൂസ് ചെയ്തിട്ട് എനിക്കൊരു ഗ്രോത്ത് വരുന്നുണ്ടെങ്കിൽ അതിനും ഇവർ തന്നെയാണ് കാരണം. ഇപ്പം ഡെഫിനറ്റ്ലി എൻ്റെ ക്ലോസർ സർക്കിളിലുള്ള ആർക്ക് എന്നെ പറ്റി ഒരു ചെറിയ തെറ്റിദ്ധാരണ വന്നാലും ഞാൻ അത് വിളിച്ച് സോൾവ് ചെയ്യുന്ന ആളാണ് മാക്സിമം. വെൻ ഇറ്റ് കംസ് ടു എ ലാർജ് സ്കെയിൽ ഈ എൻ്റർടൈൻമെൻറ്റ് മീഡിയയിലൊക്കെ നിൽക്കുന്ന ഒരു സിനാരിയോ വരുമ്പം ഒരു പരിധി വരെയൊക്കെ ഈ പറഞ്ഞ കുട്ടിയെ നമ്മൾ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് അവോയ്ഡ് ചെയ്ത് പോവാം. പക്ഷെ എന്നെ വളർത്തുന്നവരുടെ മുമ്പിൽ എന്നെപ്പറ്റി ഒരു റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അവരിലേക്ക് എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഞാൻ മിണ്ടായിരുന്ന അതെല്ലാവരും മറന്നോളുമല്ലോ എന്ന് ഞാൻ ഒട്ടും വിചാരിക്കുന്നില്ല. കാരണം എൻ്റെ മുമ്പിൽ എൻ്റെ ചേച്ചിയുടെ ലൈഫും ഉണ്ട്. ഞാൻ മിണ്ടായിരുന്നു കഴിഞ്ഞാൽ പയ്യെ അവർക്ക് മനസ്സിലാവും. എങ്ങനെ മനസ്സിലാവാനാണ്? എൻ്റെ സൈഡ് ആൾക്കാർക്ക് പറയാതെ എങ്ങനെ മനസ്സിലാവാനാണ്? അപ്പം ഈ ഒരു ലോകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ നമ്മൾ ജെന്യൂനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ്ലി നമ്മളെപ്പറ്റി എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം പറയുകയാണെങ്കിൽ ആൾക്കാരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമുക്ക്. കാരണം നമ്മളെ വളർത്തുന്ന ഓഡിയൻസ് തന്നെയാണ്, അവർക്കാണ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുള്ളത്. അപ്പോൾ അവരെ നമ്മളത് കാര്യം കാരണം ദേ ആർ ലൈക്ക് എ ഫാമിലി. ഇതൊരു എക്സ്റ്റെൻഡഡ് ഫാമിലി തന്നെയാണ്. ഇപ്പം ഞങ്ങൾ വ്ളോഗേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും AG വ്ളോഗ്സ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾക്കൊരു വലിയ കുടുംബം ഉണ്ടായിരുന്നു. ഈ ഫോളോവേഴ്സ് ആയിട്ട് വന്ന ആൾക്കാർ ഒരു ഫാമിലി ആയിരുന്നു. അപ്പം അത് ഞങ്ങൾക്ക് ബിഗ് ബോസിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇടയ്ക്കൊരു വലിയ ബ്രേക്ക് ഒക്കെ വന്ന് നിന്ന് പോയി. പക്ഷെ എന്നാലും ഇന്നും ഞങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സിൻ്റെ പേരും മുഖമൊക്കെ ഓർമ്മയുണ്ട്. ഞങ്ങൾ ഇന്നും ടച്ചിലല്ല എന്നുണ്ടെങ്കിലും. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മളെ പറ്റി ഒരു തെറ്റായ കാര്യം എത്തിക്കഴിഞ്ഞാൽ നമ്മളവിടെ ക്ലാരിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതേ എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ് ഈ ഓഡിയൻസും. അവരുടെ അടുത്തും ഒരു പരിധി വരെയൊക്കെ നമ്മൾ ക്ലാരിഫൈ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ മറ്റേ ആറ്റിറ്റ്യൂഡും കുഴപ്പമൊന്നുമില്ല. ഐ ഡോണ്ട് കെയർ, ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ഗെയിം എന്ന് പറഞ്ഞ് പോകുന്നതിനും ഒരു തെറ്റുമില്ല. പക്ഷെ എൻ്റെ ഒരു സിനാരിയോ വരികയാണെങ്കിൽ എന്നെപ്പറ്റി ആരെന്ത് പറഞ്ഞാലും ഞാൻ അപ്പം ഒന്നിരിക്കും. ചിലപ്പോൾ അതിൻ്റെ ട്രോമ ആയിരിക്കാം ചേച്ചിയുടെ കേസിൽ. പക്ഷെ ഐ വിൽ ക്ലാരിഫൈ. ഒന്നും പിന്നത്തേക്കില്ല, എല്ലാം അപ്പം തന്നെ. ശരിയല്ല, ഉറക്കുമ്പോൾ മുന്നേ എടുത്ത തീരുമാനങ്ങളിലും നിലപാടുകളിലും ഇന്ന് പശ്ചാത്തപിക്കുന്നുണ്ട്? ഇല്ല, ഒന്നിലും പശ്ചാത്തപിക്കുന്നില്ല. കാരണം ഇപ്പം പാപ്പുവിൻ്റെ ഒക്കെ ലൈഫൊക്കെ വേണമെങ്കിൽ നമുക്കൊരു പരിധി വരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരിക്കാം. അവളൊരു കുട്ടി ആയി ഒരു ഇതുവരെ. പക്ഷെ അത് കഴിഞ്ഞാലും അവളുടെ തലയിൽ എന്താ നടക്കുന്നത് അവളുടെ എല്ലാം അവൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഇതിൻ്റെയൊക്കെ മുകളിൽ എല്ലാം നിങ്ങൾ ഇതിൽ കൂടെ ഒക്കെ പോകണം എന്ന് പറയുന്ന ഒരു കാർമിക് സൈക്കിളുണ്ട്. നിങ്ങളുടെ ലൈഫ്, നമ്മുടെ എല്ലാവരുടെയും ലൈഫ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് മുമ്പ് ഓൾറെഡി റിട്ടൺ ആണ്. അപ്പം അതിനകത്ത് ഞാൻ കടന്നു പോകേണ്ടിരുന്ന കാര്യങ്ങളിൽ കൂടെ ഞാൻ കടന്നു പോയാൽ മാത്രമേ ഇന്നിപ്പോൾ ഉള്ള ഞാനായി നിൽക്കാൻ എനിക്കിവിടെ പറ്റുള്ളൂ. എത്ര ബാഡ് സിറ്റുവേഷൻ ആയിരുന്നെങ്കിലും അതെന്നെ അത്രയും സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. നാളെ എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഹാൻഡിൽ ഇറ്റ് ലൈക്ക് എ കേക്ക് വാക്ക്. അതിൻ്റെ പെയിൻ ഉണ്ടായിരുന്നുണ്ടാവും. പക്ഷെ എനിക്ക് എപ്പോഴും ഒരു ഗ്രേറ്റ്ഫുൾനെസ് ഉള്ള ആളാണ്.
എനിക്ക് വന്ന പെയിൻ ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് നന്ദിയുണ്ട്. എനിക്ക് ദൈവത്തിനോടല്ല, ഈ ഓൾ ടുഗെദർ ഈ ഒരു എനർജീനോട്, ദൈവത്തിനോട്, ദൈവവിശ്വാസമുള്ളവർക്ക് അങ്ങനെ, പ്രകൃതിയെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ, എനിക്ക് എല്ലാത്തിനും ഒരു നന്ദിയുണ്ട്. കാരണം ഞാൻ മേ ബി എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അത്ര ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും ഇന്ന് എനിക്ക് യൂട്ടോപ്യ ഉള്ളത് തന്നെ. എന്നെങ്കിലും ഒരു ഹോട്ടലൊക്കെ വേണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട്. അപ്പം എല്ലാം ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ ബെസ്റ്റായിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് പെയിൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ആ പെയിൻ ഇല്ലാതെ എനിക്കത് വേണം എന്ന് ആഗ്രഹിക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ വീഴ്ചകളാണ് ഇന്നുള്ള എന്നെ ആക്കിയത്. അതുകൊണ്ട് ഐ ഡോണ്ട് റിഗ്രറ്റ് എനിത്തിങ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും ഹാർഡ് ടൈംസിലൂടെ പോയിട്ടാണ് ഒരു നല്ല കാര്യം കിട്ടുന്നതെന്നുള്ളപ്പോ, അപ്പൊ പുതിയതായിട്ടൊരു നല്ല കാര്യം ആഗ്രഹിക്കാൻ അപ്പൊ എപ്പോഴെങ്കിലും ഒരു ഫിയർ തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അല്ല, ഫിയർ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഓൾവേസ് ഇത്രയും ഹാർഡ് ടൈംസിലൂടെ പോയാൽ മാത്രമേ എനിക്ക് നല്ലത് കിട്ടുള്ളൂ എന്ന് അറിയുമ്പോ ആ നല്ലതിലേക്ക് എത്തിപ്പെടാൻ സ്വാഭാവികമായിട്ടും ചിലപ്പോ ഒരു പേടി ഉള്ളിന്റെ ഉള്ളിൽ നിന്ന്. പക്ഷേ അതേ ഞാൻ പറഞ്ഞു, ഇതിനിപ്പം ഇപ്പം ഞങ്ങളുടെ ചേച്ചിയുടെ ആണെങ്കിലും ഈ ഡിവോഴ്സും ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എൻ്റെ ഭയങ്കര ചെറിയ പ്രായത്തിലാണ്. എൻ്റെ ഒരു 14-15 ആ ഒരു ഏജിലായിരുന്നു ഞാൻ ഇതൊക്കെ കാണുന്നത്. അതുപോലെ എൻ്റെ ചേച്ചിയുടെ ആണെങ്കിലും 19, 20, 22 ആ ഒരു 2022-നകത്താണ് ടു ഏർലി. സോ ഞങ്ങൾക്ക് ഈ പറയുന്നൊക്കെ ഒരുപാട് നേരത്തെ കിട്ടിയോണ്ട് കുറച്ച് നേരത്തെ അങ്ങ് തഴമ്പിച്ചു. നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ഓരോ ആൾക്കാർക്ക് ഓരോ ടൈപ്പ്, അവരുടെ ഭാഗ്യം അനുസരിച്ച് ഓരോ ടൈപ്പ് ലൈഫ് കിട്ടുന്നവരാണ്. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ എത്രത്തോളം പെയിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും തന്നെ നല്ലൊരു, എത്രത്തോളം ടഫറാണ് ഞങ്ങളുടെ കുന്നെങ്കിൽ അത്ര നല്ല ഇറക്കം തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ടഫ് ടൈംസിന് ഓർത്ത് മറ്റേ നല്ല സമയങ്ങളെ ഇത് ചെയ്യുന്ന ആൾക്കാരല്ല, നിന്ദിക്കുന്ന ആൾക്കാരല്ല. സോ ഇന്നിപ്പോ സഫർ ചെയ്യണമെങ്കിൽ നാളെ എന്നിട്ട് 10 ഇരട്ടി അപ്പുറത്ത് നല്ല ദൈവം തരും. അത് ഒരു വിശ്വാസം 100% സോളിഡ്. അതുകൊണ്ട് കുഴപ്പമില്ല, വി ക്യാൻ കീപ് ഗോയിങ്. ഓക്കെ. അപ്പൊ ഈ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റത്തിന് കുറെ നിങ്ങൾക്ക് ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് ഉണ്ടോ? ഫ്രണ്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ആക്ച്വലി ഫ്രണ്ട്സ് എന്ന് പറയാൻ ഒരുപാട് പേരുണ്ട്. വി ഹാവ് ലോട്ട് ഓഫ്, ഒരുപാട് നല്ല ബന്ധങ്ങളുണ്ട്. ഞങ്ങൾ ഹെൽപ്പ് ചോദിച്ചാൽ ഞങ്ങൾക്ക് എന്ത് കാര്യത്തിലാണെങ്കിലും ഹെൽപ്പിന് വരുന്നവരുണ്ട്. പക്ഷെ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളിലെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു സീനിലൊക്കെ ആണെങ്കിൽ ഇപ്പം ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നവർക്കും പല രീതിയിലുള്ള ത്രെഡ് കോൾസും സീൻസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങളായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല. പക്ഷെ ഞങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള കുറെ അനിയന്മാരും അനിയത്തിമാരും ഫ്രണ്ട്സും ചേട്ടന്മാരും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ കൂട്ട് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തെന്ന് വെച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ അതിനും പോവാറില്ല. കാരണം ആസ് ഐ സെഡ്, ഒരുപാട് ത്രെഡ് കോൾസും ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കാലത്തേക്ക്. അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എന്തിനാണ് വെറുതെ വല്ലവരുടെ അങ്ങനെ ചിന്തിക്കും. ആൻഡ് ഇറ്റ്സ് ദ ബെസ്റ്റ് ടു നോട്ട് ഡിപ്പെൻഡ് ഓൺ എനിബഡി. നമുക്ക് തന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് എത്രത്തോളം നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ് അല്ലേ? നമ്മളെ കൊണ്ടാവുന്നവണ്ണം ഏറ്റവും ഇതായിട്ട് ചെയ്യുക. അപ്പൊ ഞങ്ങൾക്ക് അതിനു വേണ്ടി ഒരു നല്ലൊരു പാവം അമ്മയാണെങ്കിലും ഉള്ളില് ഭയങ്കര ശക്തിയുള്ള, ഷീസ് ലൈക്ക് എ ഫയർ. ഭയങ്കര പാവമാണ്. പക്ഷെ പുള്ളിക്കാരി എന്നെ പോലെയാന്ന് തോന്നുന്നു, ഞാൻ അമ്മനെ പോലെയാന്ന് തോന്നുന്നു. ഞങ്ങൾ പുറത്ത് കാണിക്കുന്ന വേറൊരു ഇമേജാണ്. അതുകൊണ്ട് കുറെയൊക്കെ ഞങ്ങൾ അങ്ങനെ ആരും ഉപദ്രവിക്കാൻ വരില്ല കേട്ടോ, അമ്മേനെ എന്നെയൊന്നും. ഫേക്ക് ഫേസസ് പൊതുവെ പറയും നമ്മൾ നമ്പരുത്, ഫേക്ക് ഫേസസ് നല്ലതല്ല എന്ന്. പക്ഷെ ഇൻ യുവർ കേസ് ഐ തിങ്ക് ഫേക്ക് ഫേസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ സർവൈവ് ചെയ്യണത് ഈ ഒരു സൊസൈറ്റിയിൽ. അതെ ഞാൻ പറഞ്ഞു, ദിസ് ഇസ് കലിയുഗം, എവറിത്തിങ് ഇസ് ചേഞ്ചിങ്. പണ്ട് എങ്ങനെയായിരുന്നു കാര്യങ്ങൾ അതൊക്കെ ഷിഫ്റ്റ് ആവുകയാണ്. ഇറ്റ് ഇസ് എ സൈക്കിൾ. ആ സൈക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയി വരുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും ഭയങ്കര വ്യത്യാസമായിരിക്കും. സോ നിങ്ങളിലെ ഒരു നെഗറ്റീവ് കണ്ടാൽ അവർ പിന്നെ നിങ്ങളുടെ നെഗറ്റീവുകൾ തന്നെ കണ്ടുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ ലൈഫിന്റെ എക്സാമ്പിൾ അതാണല്ലോ, ഞങ്ങളാണ് അതിന്റെ ലിവിങ് എക്സാമ്പിൾസ് എന്ന് പറയാം. അതായത് ഒരു വട്ടം എൻ്റെ അമ്മയൊക്കെ പറയും, ഒരു വട്ടം കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നും നീ കള്ളനാണ്. ആ കള്ളൻ എന്നുള്ള പേരൊരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര നല്ല രീതിയിൽ ജീവിച്ചാലും അവൻ കള്ളനാന്നുള്ള പേര് വന്നോണ്ടേയിരിക്കും. അത് കട്ടോന്ന് മാറ്റർ അല്ല, ആ കട്ടിട്ടുണ്ടെങ്കിൽ കക്കാനുള്ള റീസൺ മാറ്റർ അല്ല, ഇതൊന്നും മാറ്റർ അല്ല. ആ പേര് വീണോ യു ആർ ഡൺ. എസ്പെഷ്യലി കള്ളൻ എന്നുള്ളതിന്റെ നമുക്ക് അതിന്റെ ഒരു ജെൻഡറും കൂടെ മാറ്റിയ, കള്ളിയാണെങ്കിൽ യു ആർ ഡൺ. ഒരു പെണ്ണിനാണ് ഇത് പറ്റുന്നുണ്ടെങ്കിൽ, കാരണം അതിനകത്ത് ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് മാറ്റാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല. ഇതൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. ഇവിടെ ഇങ്ങനെയാണ്. നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ കുറെ കൂടെ ഒരു മെയിൽ ഡോമിനൻസ് ഉള്ള സ്ഥലമാണ്. അപ്പം നമുക്കതിനെ വേണമെങ്കിൽ അറിഞ്ഞ് നമ്മുടേതായ ഒരു വഴി വെട്ടി വരാം, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും അഗേൻസ്റ്റ് ആയി നിൽക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കി നിൽക്കുക. അപ്പം നമ്മുടെ എവിടെയെന്ന് പറഞ്ഞാൽ ബീങ് എ വുമൺ, സെൽഫ് ഏൺ ചെയ്ത് സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയി നിൽക്കുന്ന ഒരു പെണ്ണിന് ഇങ്ങനത്തെ ഒരു ടാഗൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അതിനുവേണ്ടി അത്രയൊന്നും നമുക്ക് എഫേർട്ട് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ ലൈഫ് വെച്ചിട്ട് നമ്മൾ കളിക്കേണ്ടി വരും. അത് വെരി ട്രൂ. ആ ഒരു പേര് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയെടുക്കാൻ വർഷങ്ങളെടുക്കും. ഒന്ന് വരാൻ ഒരു സെക്കൻഡ് മതി, അതൊന്ന് മാറ്റി അതൊന്ന് ഹീൽ ചെയ്ത് എടുക്കണമെങ്കിലാണ് അതിന്റെ മുകളിൽ എത്ര ഡേയ്സ് എത്ര ഇയേഴ്സ് വേണം അല്ലേ? അതിനകത്ത് പക്ഷെ ആർക്കും ഒരു പ്രശ്നമില്ലെന്നേ. ഒരാളുടെ വീഴ്ച അല്ലെങ്കിൽ ഒരാളുടെ പെയിനിനാണ് നമ്മൾ ഈ മോക്ക് ചെയ്യുന്നത്. എന്തായി ഇപ്പോന്നൊക്കെ ഉള്ളൊരു ടോണ് അങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ അത് അങ്ങനെ പറയാനും വേണം ഒരു പ്രത്യേക ഒരിത്. എന്തൊക്കെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പം എടാ നമ്മളിവിടെ ആകെ വീണിരിക്കുള്ളൂ, സ്റ്റോപ്പ് എന്ന് നമുക്ക് അവിടെ പറയാനുള്ളൊരു ഓപ്ഷൻ. നേരിട്ടാണെങ്കിൽ നമുക്കത് പറയാം. പക്ഷെ അതും നിങ്ങൾ എന്താണ് സിറ്റുവേഷന്റെ ഡെപ്ത് മനസ്സിലാക്കുന്നില്ല, അവിടുത്തെ റിയാലിറ്റി മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നില്ല. ജസ്റ്റ് റാൻഡംലി ഇങ്ങനെ പോവാ, ഒന്ന് കൊടുത്തേക്കാം, കമന്റ് ചെയ്യുന്നു, പോണു. എന്താണെന്നൊന്നും അവിടെ അല്ലേ റിയാലിറ്റി മനസ്സിലാക്കാണ്ടാണ് പലരും കമന്റ് ചെയ്യണതും ഈ പറയണ പോലെ അറ്റാക്കിങ് ഒക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഓരോ ആൾക്കാർക്ക് ഓരോ ലുക്ക് ഉണ്ട്, ഒരു വൈബ് ഉണ്ട്. ചിലർക്കൊക്കെ പറഞ്ഞോട്ട് ഭയങ്കര കള്ളന്മാരാണെങ്കിലും അവർക്ക് ഭയങ്കര പാവം ലുക്കായിരിക്കും. ഇനിയിപ്പോൾ അവരൊന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പാവം കണ്ടാത്തന്നെ എങ്ങനെ അറിയാനാണ്? ഹൗ കെൻ വി ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ? ഒരാളുടെ ലുക്കല്ല അയാൾ എന്താന്ന് ഇത് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ എനിക്കൊക്കെ എസ്പെഷ്യലി ഞാൻ മറ്റേ പട്ടിഷോ ജാട അഹങ്കാരി ഇതാണ്. എൻ്റെ അടുത്തൊരു ഇച്ചിരി നേരം സംസാരിച്ചിട്ട് തന്നെ അങ്ങനെ ജഡ്ജ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞങ്ങളുടെ ഭാഗ്യത്തിന് എൻ്റെ ചേച്ചി പണ്ടൊക്കെ ഭയങ്കര സ്റ്റാർസിങ്ങിന്റെ സമയത്തൊക്കെ ഭയങ്കര വേറൊരു പേഴ്സോണ ആയിരുന്നു. പക്ഷെ അവരുടെ ലൈഫ് ആണ് അവർ ഇത്രയും ബോൾഡ് ആക്കി ഇത്രയും സ്ട്രോങ് ആക്കി എന്നുള്ളത് എത്രത്തോളമൊക്കെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും, പക്ഷെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ലുക്കും വൈബും വെച്ച് അഹങ്കാരികളാണ്. ഒരു രക്ഷയില്ല, അവരുടെ കയ്യിലിരിപ്പിന്റെ അവർക്ക് കിട്ടണം അല്ലേ? നമ്മളപ്പോ ഇങ്ങനെ അതെ പോന്നോട്ടെ, അത്ര ഒന്നും ചെയ്യാനില്ല അതിനകത്ത്. ഈ ഷോയൊക്കെ പല ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഇത്തരത്തിലുള്ള ഇഷ്യൂസും ഈ നമ്മുടെ നാട്ടുകാരുടെയും ഇവിടെയുള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡും ബഹളവും ഒക്കെ കാണുമ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവില്ലേ നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ പോയേക്കാം? ചില നാട്ടിൽ പുറത്തേക്കൊക്കെ നിങ്ങൾ അവിടുത്തെ കൾച്ചറും രീതികളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിൽ ഡൗൺ ആയാലോ? എല്ലാ ആഴ്ച എൻ്റെ അമ്മയ്ക്ക് തോന്നാറുണ്ട്. എല്ലാ ആഴ്ച ഏകദേശം ഒരു മൺഡേ തുടങ്ങി സൺഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക്, അതായത് ഇപ്പൊ ഇന്നിപ്പോ നമ്മുടെ ഷൂട്ട് നടക്കുന്ന ഒരു മൺഡേ ആണ്. ഇന്നിപ്പം അമ്മ ഇന്നലത്തെ ഡോസ് ഒക്കെ കഴിഞ്ഞ് ഇന്നൊന്ന് അതെ ഇതായിട്ടുണ്ട്, റീജനറേഷണൽ മോഡലാണ്. സൺഡേ ആകുമ്പോഴത്തേക്ക് പറഞ്ഞു നമുക്കൊന്ന് ഇവിടെ നിന്ന് പോയാലോ? കാരണം സൺഡേ ആണല്ലോ ഈ സോഷ്യൽ മീഡിയ, വീക്കെൻഡിലാണ് ഇതൊക്കെ ആക്റ്റീവ് ആവുക. അപ്പോഴാണ് കമന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പോയാലോ എന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞോട്ട് നമ്മുടെ ഉള്ളിൽ ഇപ്പൊ ഒരു വാശിയായി ചേച്ചി. ഞാൻ ജനിച്ച എൻ്റെ മണ്ണില് ഞാനൊന്നും ചെയ്യാതെ ആരുടെയൊക്കെയോ വാശി തീർക്കാൻ വേണ്ടി ബലിയാടായിട്ട് എനിക്ക് ഇവിടെ തന്നെ പ്രൂവ് ചെയ്യണം. ഞാൻ വേറെ എവിടെയെങ്കിലും പോയിട്ട് എനിക്ക് അവിടെ സക്സസ്ഫുൾ ആവുന്നതിനകത്ത് എന്താ കാര്യമുള്ളത്? ഓക്കെ, അവിടെ ഞാൻ പോവാം, പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് പോകണം. ഇവിടെ എന്റെ പേരുണ്ടാക്കി ഇവിടെ എനിക്ക് ഫൈറ്റ് ചെയ്ത് ഇവിടെ തന്നെ നമ്മുടെ കാര്യം ക്ലിയർ ചെയ്തിട്ട് ഞാൻ എന്താന്ന് എല്ലാവരും ഇവിടുത്തെ ആൾക്കാർ ആദ്യം നമ്മുടെ നാട്ടിൽ വിലയില്ലാതെ പിന്നെ പുറത്ത് എവിടെ പോയിട്ട് എന്താ കാര്യം? വി ലവ് അവർ പ്ലേസ്. ഞങ്ങളുടെ നാട് ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ തെറ്റിദ്ധാരണയാണ്, അത് ക്ലാരിഫൈഡ് ആവും. എന്നിട്ട് പുറത്ത് എവിടെയാന്ന് വെച്ചാൽ പോയി സെറ്റിൽ. അപ്പൊ ഇതന്നെ അമ്മ അടുത്തും പറയാറുള്ളൂ, അമ്മ ഇതിലെന്താ കാര്യം? അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നാട് മിസ് ചെയ്യും, നമ്മുടെ സ്ഥലം മിസ് ചെയ്യും, നമുക്ക് സമയം വരും, അങ്ങനെ തന്നെ പറയും. അല്ല പിന്നെ പറഞ്ഞു മാനിഫെസ്റ്റഡ് ആവുമായിരിക്കും അത്. ഇപ്പോ അഭിരാമി ഇന്നിപ്പോ ഇങ്ങനെ ഒരു കോഫി ഷോപ്പ് ഓൺ ചെയ്യുന്നുണ്ട്. വേറെയും പല പല കാര്യങ്ങൾ, മ്യൂസിക്കിലായിക്കോട്ടെ, കമ്പോസിങ് സൈഡ്, പെർഫോമൻസ് സൈഡ്, വ്ളോഗിങ്, ഇതിനിടയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അഭിരാമി ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ അഭിരാമിക്ക് തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഇതിൽ അറിയപ്പെടണം, നമുക്കൊരു എത്രയാന്ന് നമ്മൾ ഇഷ്ടത്തോടെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്, ബട്ട് സ്റ്റിൽ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ വല്ലാണ്ട് ഹുക്ക് ചെയ്യുന്നുണ്ടാവും. ഫോർ യു ഇതിൽ ഏതായിരിക്കും കൂടുതലായിട്ടും അങ്ങോട്ട് പുള്ള് ചെയ്യുന്നുണ്ടാവുക? എനിക്ക് ഭയങ്കര ചെറുതിലെ എനിക്ക് അഭിനയിക്കണം എന്നുള്ള ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അത് ഈ പറഞ്ഞ പോലെ അതിന് വേണ്ടിയിട്ട് എൻ്റെ ജോ മാറ്റേണ്ട സാഹചര്യമൊക്കെ പക്ഷെ ഈ ഒരു എനിക്ക് കുറച്ച് പ്രൊട്രൂഡഡ് ആയിട്ടുള്ള ജോ ആണ്. അപ്പം ഈ ഒരു കാരണം കൊണ്ട് എൻ്റെ ഒരുപാട് ചാൻസസ് പോയിട്ടുണ്ട്. അതുപോലെ ഈ അറ്റാക്കിന്റെ ഭാഗമായിട്ട് പല സൈഡിൽ നിന്നുള്ള പ്രഷർ കാരണം എന്നെ പലതിനകത്തും കാസ്റ്റ് ചെയ്തിട്ട് ഇന്നാള് വിളിച്ച് പറഞ്ഞു കേട്ടോ പറ്റില്ല. അപ്പം ഇങ്ങനെ കുറേ അറ്റാക്സ് ഒക്കെ വന്നിട്ട് എൻ്റെ ആക്ടിങ് എന്ന് പറയുന്ന സാധനം ഞാൻ മനഃപൂർവ്വം നിർത്തിയതാണ്. ആൻഡ് മ്യൂസിക് ഇസ് ഇൻ മൈ ബ്ലഡ്. അതിനിപ്പോൾ ഞാൻ മരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ പോലും ഒരു പാട്ടെങ്കിലും ഞാൻ പാടിയിട്ടായിരിക്കും മരിക്കുക. പക്ഷെ ഇതൊന്നും അല്ലാതെ എനിക്ക് ഈ പറഞ്ഞ കൊണ്ട് ഐ വോണ്ട് മേക്ക് ലോട്ട് ഓഫ് മണി. എനിക്ക് കാരണം അത് പൈസനുള്ളൊരു ആർത്തിയല്ല.
നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഞങ്ങളുടെ ഫാമിലിക്ക് കുറെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും സഫർ ചെയ്യേണ്ടി വരില്ലായിരുന്നു. അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അപ്പം ആ ഒരു കാരണം എന്ന് വെച്ചാൽ മോർ ദൻ ഹാർട്ട്, എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ എനിക്ക് ബിസിനസ്സിൽ പെർസ്യൂ ചെയ്യണം, എനിക്കിനി ഒരുപാട് ഹൈറ്റ്സിലേക്ക് എത്തണം. ഐ വോണ്ട് മേക്ക് എ ലോട്ട് ഓഫ് മണി. ഷീസ് എ വെരി ഗുഡ് ബിസിനസ് വുമൺ. എനിക്ക് ലോകം മുഴുവൻ അറിയാൻ പറ്റുന്ന രീതിയിൽ എത്തണം. ആൻഡ് എനിക്ക് എൻ്റെ ഒരു ഫാമിലി, എൻ്റെ ഒരു ഓറ, എൻ്റെ ഒരു സർക്കിൾ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റണം. ഇതാണ് എൻ്റെ ഗോൾ. അതിന് എനിക്ക് ഒരുപാട് നല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം. ഇപ്പോഴുള്ള ഒന്നുമല്ല, ഞാൻ ഒരിടത്തും എത്തിയിട്ടില്ല. അതായത് എനിക്കൊരു എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നല്ലൊരു ലോയറിനെ വെക്കാനെങ്കിലും ഐ നീഡ് ടു ഹാവ് ലോട്ട് ഓഫ് മണി ഇൻ മൈ ഹാൻഡ്. സോ എൻ്റെ മൈൻഡിൽ ഇപ്പം ഐ വോണ്ട് മേക്ക് എ ലോട്ട്. ഞാൻ കല്യാണം പോലും കഴിക്കാതെ അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. എൻ്റെ ഫാമിലി ഒരുപാട് സഫർ ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഫിനാൻഷ്യലി ഞങ്ങൾ ഭയങ്കര വീക്കായി പോയി ഒരുപാട് സിറ്റുവേഷൻ. എന്നാൽ പുറത്ത് പറയുന്ന കഥയൊന്നും ഇതൊന്നും അല്ല കേട്ടോ. കോടികളുടെ കഥകളൊക്കെയാണ് നമ്മുടെ വി ആർ എൻടൈറ്റിൽഡ് അല്ലെങ്കിൽ ഞങ്ങളെപ്പറ്റി പറയുന്നത്. പക്ഷെ അതൊന്നും അല്ല എൻ്റെ റിയാലിറ്റി. പക്ഷെ ഞാൻ കോടികൾ ഉണ്ടാക്കും. എനിക്ക് ആ കോടികൾ ഉണ്ടാക്കണം. നമ്മൾക്ക് എന്ത് ചീത്തപ്പേരാണ് ഉണ്ടായത്, ഐ വോണ്ട് ഡു ഇറ്റ്. സോ അതിന് എനിക്ക് തോന്നുന്നു ഒറ്റ കാര്യത്തിൽ നിന്നുകൊണ്ട് കാര്യമില്ല. ലേ യുവർ എഗ് ഇൻ ഡിഫറെന്റ് ബാസ്ക്കറ്റ്സ്. സോ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകണം, സംഗീതം മുമ്പോട്ട് കൊണ്ടുപോകണം. എനിക്ക് എൻ്റെ വീടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റണം, എൻ്റെ ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റണം. ഇപ്പൊ ആ വീട്ടിലെ ആൺകുട്ടിയായിട്ട് തന്നെ നിക്കണത് നമ്മൾ പൊതുവെ നമ്മൾ ജെൻഡർ ഇതിൽ പറയല്ല, പണ്ട് മുതൽ പറയുന്ന ഒരു ചൊല്ലാണ് ആൺകുട്ടി. ഒരു കുറച്ചും കൂടെ ബോൾഡ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ പറയുന്ന ഒരു ഫ്രേസ് എന്നുള്ള രീതിയിൽ ഇപ്പൊ ആ ഒരു തോട്ട് പ്രോസസ്സിൽ ആ ഒരു ഇതിലൂടെ നിൽക്കുന്നത് ഐ തിങ്ക് ഇറ്റ്സ് യു അല്ലേ അബ്രാമി? അതെങ്ങനെ പെണ്ണ് കിട്ടാതെ നിൽക്കുന്നത്? അതെന്തുകൊണ്ടാ കോൺഷ്യസ്ലി വേണ്ടാന്ന് തന്നെ എടുത്തൊരു ഇതാണോ? കല്യാണമേ വേണ്ടാന്നാണോ? ഞാൻ ഭയങ്കര ട്രോമയാ, ഇതൊക്കെ ഭയങ്കര ട്രോമ. എന്റെ ചേച്ചിയുടെ, അതായത് ഇപ്പം സത്യം പറഞ്ഞ ചേച്ചിയുടെ സീൻസിനകത്തുനിന്ന് തന്നെയാണ് എനിക്ക് ഇത് ഭയങ്കര ഒരു പേടി. പിന്നെ പക്ഷെ എല്ലാം അങ്ങനെ അണ്ടർലൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല ചേച്ചി, നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെയും തന്നെ നോക്കിക്കഴിഞ്ഞാൽ എത്ര നല്ലൊരു കപ്പിളാണ്. പക്ഷെ അവർ ആ ജനറേഷനാണ്. എന്റെ അച്ഛനും എന്റെ അമ്മ അത്രയും നല്ല രണ്ട് മനുഷ്യരായതുകൊണ്ട് അവർക്ക് അവരുടെ സ്നേഹം അത്ര പ്യൂർ ആയതിന് മുമ്പോട്ടായി. എന്റെ ചേച്ചിയുടെ സ്നേഹം പ്യൂർ അല്ലാഞ്ഞിട്ടല്ല അത് ബ്രേക്ക് ആയത്. കാരണം അമൃത സുരേഷ് എന്ന് പറയുന്ന ഭയങ്കര ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ച ഒരാളാണ്. അവരെന്തുമാത്രം സ്നേഹിച്ച് വാശി പിടിച്ചാണ് ആ കല്യാണത്തിന് ഒറ്റക്കാലം നിന്നതെന്ന് ഞങ്ങൾക്കറിയാം. കാരണം നമുക്ക് ഒബ്വിയസ്ലി ആള് ഒരു വലിയ വീട്ടിലൊരാളായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ അച്ഛൻ അമ്മയും പറയുക. അച്ഛൻ എനിക്ക് തോന്നുന്നു വേറെ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇതിന് ഭയങ്കര അഗേൻസ്റ്റ് ആയിരുന്നു. വി വർ നോട്ട് അറ്റ് ഓൾ. ഞങ്ങൾക്ക് ഒട്ടും ഇതുണ്ടായിരുന്നില്ല. കാരണം ഓക്കെ ആ ആളെ അല്ല മാറ്റർ, പക്ഷെ നമ്മുടെ രണ്ടുപേരുടെയും തലങ്ങൾ ഇത്ര വ്യത്യാസമാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പൊ പ്രശ്നം പറ്റിയില്ലെങ്കിലും വേണമെങ്കിൽ നമ്മളെ റോങ് ആക്കാം. അപ്പൊ നമ്മുടെ ഈ പറയുന്ന പോലെ എല്ലാം ഒത്ത് ഒരാള് വന്നാൽ മാത്രമേ സ്പെഷ്യലി ഈ ഒരു ജനറേഷനിലൊക്കെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് പ്രീവിയസ്ലി ഒരു മാരേജ് വരെയൊക്കെ വന്ന് പോയതാണ്. ആൻഡ് അത് ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഇടയിലൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് നിന്നാണെങ്കിലും മാറിയത്. കാരണം ഐ എം നോട്ട് റെഡി ടു ഗെറ്റ് മാരീഡ്. അത് ഞാനൊരു കല്യാണം കഴിച്ചാൽ തന്നെ ഞാൻ അത് നോക്കുന്നത് വേറൊരു ഫിൽറ്ററിൽ കൂടെ ആയിരിക്കും. അതെന്റെ പ്രശ്നം. അപ്പം ഞാൻ എന്റെ ഫാമിലിയുടെ ആ ഒരു ട്രോമയിൽ റിക്കവർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഗെറ്റ് മാരീഡ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ആ സമയത്ത് കറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കല്യാണം കഴിക്കാം. കാരണം ഈ കാലത്തൊക്കെ അത് ഭയങ്കര വലിയൊരു ഡിസിഷനാണ്. ആ ഒരു ഡിസിഷനിൽ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ചേച്ചി ഒന്ന് ആലോചിക്കും, ഞാൻ ഒന്ന് കല്യാണം കഴിച്ചിട്ടൊന്ന് ഡിവോഴ്സ് ആവുന്നത് എങ്ങനെയുണ്ടായിരിക്കും? അതിന്റെ വേളിലേക്ക് ഇങ്ങനെ കോരി ഒഴിക്കണ പോലെയായി. അപ്പൊ അത് നടക്കും എന്നല്ല ഞാൻ പറയുന്നത്. നമുക്കറിയില്ലല്ലോ നമ്മുടെ തലയിൽ എന്താ എഴുതി വെച്ചിരിക്കണെന്ന്. എങ്ങാനും അങ്ങനെ ഒന്നും സംഭവിച്ചാൽ പിന്നെ ഈ പറയുന്ന ആൾക്കാർ അങ്ങ് അണ്ടർലൈൻ ചെയ്ത് ബോൾഡ് ആയിട്ട് അവരങ്ങ് എഴുതി വെക്കും. അപ്പൊ അതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ ഒരു സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്ത് ഞാനൊന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിക്കും. അപ്പം ഒരു പക്ഷെ എന്നെ ഇതൊന്നും എഫക്ട് ചെയ്യില്ലായിരിക്കാം. കാരണം അങ്ങനെയാണ് നമ്മുടെ നാട്. അങ്ങനെയാണ്. കുറച്ച് പൈസക്കുള്ള ഒരാളൊക്കെ വന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ കേട്ടിരിക്കും. പാവപ്പെട്ട ആൾക്കാരെ കരച്ചിലൊന്നും അങ്ങനെ അധികാരം കേൾക്കില്ല ചേച്ചി. ദാറ്റ്സ് എ റിയാലിറ്റി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും പാവപ്പെട്ട ലുക്കായിരിക്കണം. നമ്മുടെ ലുക്കും അതും തമ്മിലൊരു ചേർച്ച വേണം. ഞാനിപ്പോ കീറിപ്പറഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് ഞാൻ കരയുക, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും. നാളെ ഞാൻ രക്ഷപ്പെട്ടു വന്നിരിക്കണം. ഞാനൊരു BM പോകുന്നു, ഇത് ആ പെണ്ണല്ലേ, അവളിപ്പോ ഇത്രയായോ, ഇങ്ങനെയാണ് ഇത്. അപ്പൊ എനിക്കിതൊക്കെ മനസ്സിലായതുകൊണ്ട് ഞാനൊന്ന് എല്ലാം കൊണ്ടും ഒന്ന് സെറ്റിൽഡ് ഒക്കെ ആയി ഞാനൊന്ന് ഒരു റിച്ച് ഗേളൊക്കെ ആയിട്ട് വന്ന് എന്നിട്ട് ഞാൻ പറയും. അയ്യോ അഭിരാമി സംസാരിക്കുമ്പോ തന്നെ ഒരു കാര്യം ചെയ്യാൻ എന്തൊക്കെയാ നിങ്ങളൊക്കെ ആലോചിക്കുന്നതല്ലേ? ഏതൊക്കെ ട്രാക്കിലൂടെ ട്രാവൽ ചെയ്ത് ഈ വ്യൂ പോയിന്റ് ഇങ്ങനെ പലരുടെയും. അതിനൊക്കെ താങ്ക്സ് ടു ദാറ്റ് വൺ പേഴ്സൺ. എത്രയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും പുള്ളിക്ക് ഒരു നന്ദിയുണ്ട്. ഞങ്ങളെയൊക്കെ
എങ്ങനെയാക്കിയാലും അപ്പൊ ചേച്ചിക്ക് ഇന്നിപ്പോ അമൃത ഭയങ്കരമായിട്ടും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് അച്ഛനും അമ്മയും പലതവണ വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു, അമൃത സ്ട്രോങ് ആയിട്ട് വേണം എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ അന്ന് സ്ട്രോങ് ആയതുകൊണ്ടാണ് ഈ പറയണ ബാക്കിയുള്ള ഈ ഒരു സംഭവങ്ങളെല്ലാം ലൈഫിൽ ഉണ്ടായിരിക്കണം അല്ലേ? അതെ. സോ ഷീ മസ്റ്റ് ബി ഭയങ്കരമായിട്ടും ഇപ്പൊ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും. അതെ ചേച്ചി, അതായത് ചേച്ചി ഇപ്പം അമൃതേച്ചിക്ക് ആ കല്യാണം തുടങ്ങുന്നതിന് മുമ്പ് മുതലേ ഷീ ഹാഡ് ടു ഗോ ത്രൂ കുറെയൊക്കെ. ആദ്യ കല്യാണം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി അപ്പം മുതൽ ഒരു പ്രശ്നങ്ങൾ പയ്യാണ് തുടങ്ങാന്ന് നമ്മൾ ജനറലി പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടല്ലോ കല്യാണത്തിൽ. പക്ഷെ അങ്ങനെയായിരുന്നു ചേച്ചിക്ക് തുടക്കം മുതലേ. ചേച്ചി ഭയങ്കര അട്രോസിറ്റീസിലൂടെയാണ് ഭയങ്കര പീഡനങ്ങളിലൂടെയാണ് പുള്ളിക്കാരി കടന്നുകൊണ്ടുപോയത്. പക്ഷെ പുള്ളിക്കാരി എടുത്തൊരു ഡെസിഷൻ ആയതുകൊണ്ട് ആള് മാക്സിമം അത് ഡ്രാഗ് ചെയ്ത് അവിടെ. കാരണം ഞങ്ങളെ വീട്ടില് ഞങ്ങൾ അത്ര, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ആശ്രമത്തിലൊക്കെ പോകുന്ന ആൾക്കാരായിരുന്നു. ഈ ഇപ്പൊ കാണുന്ന ഞങ്ങളുടെ പെർസോണ അല്ല നേരത്തെ അമൃത വിദ്യാലയത്തിൽ പഠിക്കുന്ന 2 കുട്ടികൾ. ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ, കാരണം ഞങ്ങൾ ചൂസ് ചെയ്ത പ്രൊഫഷൻ ഇതാണ്. ഞങ്ങൾക്ക് പഴയ പോലെ ചന്ദനം ഒന്നിട്ട് നടക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ലുക്കും ഫീലും അതനുസരിച്ച് മാറ്റേണ്ടതായി വന്നു. പക്ഷെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ആശ്രമത്തിൽ ഫ്ലൂട്ട് വായിക്കുന്ന, ആശ്രമത്തിൽ എല്ലാം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഫാമിലി ഫുള്ള് അമൃതപുരി റിവോൾഡ് ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ഫാമിലിയിൽ ഒരാളുടെ ഫസ്റ്റ് ബോൾ ഡെസിഷൻ ആയിരുന്നു. അതിൽ ചേച്ചി അനുഭവിച്ചതിനൊക്കെ കഴിഞ്ഞൊരു 6 മാസത്തിനിടയിലൊക്കെയാണ് നമുക്ക് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള അവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയണത്. അതും എൻ്റെ അടുത്തേ പറഞ്ഞിട്ടുള്ളൂ, അമ്മയുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും. മനസ്സിലായി? അപ്പോൾ ആ ഒരു ഡിസിഷൻ ആയതുകൊണ്ടാണ് അത് ഒരുപാട് ഡ്രാഗ് ചെയ്തത്. പക്ഷെ അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നമുക്കൊരു സ്ഥലത്ത് പറ്റുന്നില്ല എന്ന് കണ്ട ആ സമയത്ത് ചിലപ്പോൾ എല്ലാവരും നമ്മുടെ അഗേൻസ്റ്റ് നിൽക്കുമായിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്നതിന് മുമ്പ് അവിടെ നിന്ന് വിടുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കഴിയുമ്പോൾ നമുക്കത് ആർക്കും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല, കേൾക്കേണ്ടി വരും. ദാറ്റ്സ് ഓൾ. സോ വാട്ട് യു സെഡ് ഇസ് ലൈക്ക് പ്രിറ്റി റൈറ്റ്. അമൃതേച്ചിക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞങ്ങൾ അച്ഛനും അമ്മയും ഭയങ്കര പാവം ആൾക്കാരായിരുന്നു. അപ്പം അവർ പറയും കുഴപ്പമില്ല, ഞങ്ങൾക്കറിയാലോ ഞങ്ങളുടെ മോൾക്ക് ഇങ്ങനെ തെറ്റ് പറ്റാനുള്ള, ഞങ്ങൾ എങ്ങനെ വളർത്തിയോണ്ടായി. ഇപ്പൊ നിന്നെ ഞങ്ങൾ വേറെ കുറച്ചൊരു ബോൾഡൊക്കെ ആക്കി വളർത്തിയായിരുന്നു, നിനക്കിതൊന്നും പറ്റില്ലായിരുന്നു. നിന്നൊരു പാവമായി പോയതുകൊണ്ടാണ് നിനക്കത് അനുഭവിക്കേണ്ട വന്നേന്നുള്ളത് പറയുന്നതാണ് ചേച്ചിയുടെ സ്ട്രെങ്ത്. സോ വി ആർ ലക്കി ദാറ്റ് വേ. അല്ലെങ്കിലും അന്നത്തെ ഒരു ഏജില് അമൃതയ്ക്കും എത്ര മെച്യൂരിറ്റി ഉണ്ട്, വളരെ യങ് അല്ലേ. അപ്പോഴും നമ്മൾ ലൈഫിനെ എപ്പോഴും പോസിറ്റീവായിട്ടേ കാണൂ. ആരും നമുക്ക് ചീത്ത വരും എന്ന് എത്ര പാരന്റ്സ് കുറേം കൂടെ എക്സ്പീരിയൻസ് വെച്ചിട്ടും അവരുടെ ഒരു മെച്യൂരിറ്റി ലെവലിൽ അവർ പറഞ്ഞാലും ആ ഒരു ഏജിൽ ഒരു ലേഡി ഒരിക്കലും എന്റെ ലൈഫിൽ ദേ ഇങ്ങനെ വരാൻ പോണൂന്ന് വിചാരിക്കുന്നതേ ഇല്ല. എനിക്ക് നല്ലതായിരിക്കും വരുന്നത്, ഒരു ട്രൂ ലവ് ആണ്, എന്റെ ലൈഫ് നല്ല രീതിയിൽ ടേക്ക് ഓഫ് ചെയ്യും ഇതാണെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിച്ചിട്ട് അതിലേക്ക് സ്റ്റെപ്പ് ഓൺ ചെയ്യാണ്. പക്ഷേ അതവിടെ നിന്ന് തെറ്റിപ്പോയി. അങ്ങനെ പറഞ്ഞ പോട്ട് എന്റെ സ്റ്റോറിയിലെ വില്ലൻ ചിലപ്പോ മറ്റൊരാൾക്ക് വില്ലൻ ആയിരിക്കണം എന്നില്ല കേട്ടോ. അവര് തമ്മിൽ ചേരായിരുന്ന കൊണ്ടാണ് അവരത് വർക്ക് ആവുന്നത്. മേ ബി പുള്ളിയാണെങ്കിലും അയാള് നല്ലതാണെന്ന് തോന്നുന്ന വേറെ ആൾക്കാരുണ്ടാവുമായിരിക്കാം. അതിനകത്ത് നമുക്കൊരു തെറ്റും പറയുന്നില്ല. ആള് ചെയ്യുന്ന നല്ലതൊക്കെ നല്ലതാന്ന് തന്നെ അപ്പോഴും പറയുന്നുള്ളൂ. പക്ഷെ എന്റെ ചേച്ചി സഫർ ചെയ്തത് അത് കേൾക്കുമ്പോ എനിക്ക് ഹീസ് എ വില്ലൻ ഓൺലി. എനിക്കിപ്പോ എവിടെ ഇരുന്നോ ഞാൻ പറയും, ഐ ഡോണ്ട് കെയർ. ചിലത് നമ്മൾ ചേരില്ല, എന്നാ അതിലെ ഒന്ന് വേറെ ആൾക്കാരായിട്ട് അത് ചേരുവായിരിക്കാം. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പൊ അതിനകത്തൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മളൊന്ന് സക്സസ്ഫുൾ ആയ സ്ട്രോങ് ആയി ഒന്ന് ജീവിച്ച് കാണിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കാൻ ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ നമ്മളിവിടെ കിടന്ന് വെറുതെ വിക്ടിം കാർഡ് കളിക്കണോ, പെണ്ണിന്റെ ഇത് പറയണോ, ചുമ്മാ അതാ. കാരണം വേറെ കുറെ കഥകൾ നമുക്ക് അറിയാവുന്നതാണ്, വേർ വിമൻ ആർ വില്ലൻ. സോ നമ്മുടെ നാടാണെങ്കിലും കുറച്ചുകൂടെ ആണുങ്ങൾക്കൊരു ഇതുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പോട്ടെ, സമയം വരും. കീപ്പിംഗ് ക്വയറ്റ് അറ്റ് ടൈംസ് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ എന്റെ ചേച്ചി മിണ്ടായിരുന്ന പോലെ പറ്റില്ല. അതെ, പറ്റില്ല. അത് ആരും ഒരുപാട് വർഷത്തേക്കൊന്നും മിണ്ടായിരിക്കരുത്. ഒരു 10-20 മിനിറ്റ് ഒക്കെ മിണ്ടായിരിക്കും, എന്നിട്ട് മിണ്ടണോ. പറയാൻ കേൾക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ കൊടുത്തോളൂ. അമൃതയുടെയും നിങ്ങളുടെ ആ ഒരു റിയാലിറ്റി ഷോയിൽ വന്ന സമയത്ത്, അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു ഇതിലൊക്കെ ലൈഫ് മാറ്റിയതാണ് സുരേഷ് ചേട്ടൻ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്തപ്പോഴും. ആ ഒരു റിലേഷനെ കുറിച്ചും കൂടെ ഒന്ന് പറയൂ അഭി. ഇപ്പോ എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും തമ്മിലുള്ള റിലേഷൻ? ആ ഒരു ഇത് പറയാനാണെങ്കിൽ ഇപ്പൊ സുരേഷ് അങ്കിളായിട്ടുള്ള നമ്മുടെ ഇതുവരെയും ഭയങ്കരമായിട്ട് സൈബർ ബുള്ളീഡ് ആയിട്ടുള്ള, അഗൈൻ ഈ പറഞ്ഞ പോലെ ഒരു 10 കമന്റുകളിൽ ഈ ഒരു സാധനം വരുമ്പോഴാണ് പയ്യെ ആൾക്കാർ ഇത് അങ്ങനെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞ് ബാക്കി കമന്റ് ചെയ്യുക. അപ്പൊ സുരേഷ് അങ്കിളുടെ സീൻ എങ്ങനെയായിരുന്നു വെച്ചാൽ, സ്റ്റാർ സിംഗർ ചേച്ചിയുടെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ മൗനമേ എന്ന് പറയുന്ന പാട്ട് പാടിയ റൗണ്ടിൽ ചേച്ചി ഒരു പട്ടുപാടയും ബ്ലൗസ് ആയിരുന്നു. അപ്പൊ ചേച്ചി പാട്ടിനും
പെർഫോമൻസിനും നമ്മളിട്ടിരിക്കുന്ന കോസ്റ്റ്യൂമിനും ഒക്കെ ആയിരുന്നു മാർക്ക്. ചേച്ചിയുടെ കോസ്റ്റ്യൂമിന് മാർക്ക് കുറഞ്ഞു, പെർഫോമൻസിന് ഫുള്ള് കിട്ടി. അന്നാണ് സുരേഷ് ഞങ്ങൾ ഏഷ്യനെറ്റിൽ വിളിച്ചിട്ട് പറയുന്നത് ഇനി അമൃതയ്ക്ക് കോസ്റ്റ്യൂമിന്റെ കേസിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഇതാണ് അന്നുള്ള ബന്ധം. ഇന്നും രാധികാന്റിയായിട്ടും സുരേഷ് ഞങ്ങളായിട്ടും മക്കളായിട്ടും ഒക്കെ ഞങ്ങൾ ഇപ്പോഴും ദേ ലൈക്ക് ഫാമിലി. പറഞ്ഞ കൂട്ട് ചേച്ചി പറഞ്ഞ പോലെ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് ഒരു ഫാമിലിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സുരേഷ് ഞങ്ങളുടെ ഫാമിലി എന്നാണ്. എൻറ്റയർ ഫാമിലി. ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ അവരെ ആരെങ്കിലും ഒരാൾ നമ്മളെ വിളിച്ചിരിക്കും. മാധവാണെങ്കിലും രാധികാന്റെ അമ്മയൊക്കെ ഭയങ്കര ഇതായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പം ആ ഒരു സ്റ്റോറീന് വരെയും ഉടുപ്പ് പോലും ഇല്ലാതിരുന്ന ഫാമിലിയോ ഇപ്പൊ കണ്ടില്ലേ എന്നുള്ള പോലെയാ പറഞ്ഞത്. അത് അങ്ങനെയല്ല, അതിന്റെ സ്റ്റോറിയെ അങ്ങനെയല്ല. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ 10 ഫേക്ക് അക്കൗണ്ട്സിൽ നിന്നുള്ള കമന്റ്സ് വന്നിട്ടാണ് ഇതുണ്ടായത്. എന്നിട്ട് ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റിൽ എൻ്റെ അച്ഛൻ ആക്ച്വലി ആശ്രമത്തിന്റെ അവരുടെ ലൈക്ക് വള്ളിക്കാമയുടെ ഭജൻ ഇതിന്റെ കൂടെ മോറീഷ്യസ് ഫ്രാൻസിലുണ്ടായിരുന്നു കുറെ കാലം. അപ്പം ആ ഒരു കാര്യം ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ അതിന്റെ താഴെ ഈ സുരേഷങ്ങളുടെ കാര്യം മറ്റേ തുണിയും മണിയും ഇല്ലാതെ നടന്നവരാണ്, സുരേഷ് ഗോപി കൊടുത്തിട്ടാണ് ഉടുപ്പിടുന്നത്, എന്നിട്ടാണ് അവളുടെ അച്ഛൻ ഫ്രാൻസിൽ എന്നൊക്കെ പറഞ്ഞ ഇതുണ്ടായിട്ട് എനിക്ക് ഭയങ്കര ഈ പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പോൾ പൊട്ടിപ്പോവുമല്ലോ. എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഞാൻ എൻ്റെ ആൽബത്തിൽ നിന്ന് അച്ഛ ഫോറിനിലുള്ള പഴയ ഫോട്ടോസ് ഒക്കെ എടുത്ത് ആ കമന്റിൽ ഏതോ ഒരു ഫേക്ക് അക്കൗണ്ട് ആണെന്നുള്ള എനിക്കറിയാൻ പാടില്ല. ആ അച്ഛയുടെ കുറെ ഫോറിനിലുള്ള ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ. അപ്പം ചില സമയത്ത് നമ്മൾ മനുഷ്യരാണല്ലോ, നമ്മൾ അത്രയും വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്, ഭയങ്കരമായിട്ട് നമ്മൾ എഫക്റ്റ് ചെയ്യും. അപ്പം ആ ഒരു സ്റ്റോറി വരെ ഭയങ്കര വേറെ പോലെ ആയിരുന്നു ആൾക്കാരിലേക്ക് ഈ മനഃപൂർവ്വമുള്ള PR പരിപാടികളിലൂടെ എത്തിയത്. പക്ഷെ ഇതിൻ്റെയൊക്കെ റിയാലിറ്റി ഇങ്ങനെയല്ല. പക്ഷെ എത്ര കാലം എന്ന് വെച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും? ആൾക്കാരെ എത്ര പേരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? അല്ല, അവർ പറയുന്നവർ അങ്ങനെ പറഞ്ഞോട്ടെ, നമുക്ക് എല്ലാവരെയും ബോധിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. ഇല്ല, പക്ഷെ നമുക്കറിയാലോ നമ്മുടെ കാര്യം എന്നുള്ളൊരു ആ ഒരു ഇതിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അതേ പറഞ്ഞ ഇപ്പൊ കഴിഞ്ഞൊരു 2-3 ഇപ്പൊ അച്ഛ മരിച്ചതിന് ശേഷമൊക്കെ ഞങ്ങൾ മുമ്പും ബോൾഡ് ആയിരുന്നു. നമ്മളിത് എഫക്ട് ചെയ്തിട്ടാണ് നമ്മള് പുറത്തേക്ക്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അതെനിക്ക് തോന്നുന്നു 2 years മുമ്പൊക്കെയാണ് ആ ഒരു ഇതുണ്ടായത്. അപ്പം ഈ കമന്റിനൊക്കെ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓക്കെയാണ്, കുഴപ്പമില്ല. കാരണം എനിക്ക് ചെയ്യാനുള്ള, എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥലത്താണെങ്കിലും എനിക്ക് ചെയ്യാനുള്ള ഒരു ക്ലാരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ആവേണ്ട കാര്യമുണ്ട്. പറയുന്നവർ പറഞ്ഞോട്ടെ, എനിക്ക് പബ്ലിക്കായിട്ട് ഒരു കാര്യം അഡ്രസ്സ് ചെയ്യണമെങ്കിൽ വന്ന് അഡ്രസ്സ് ചെയ്യാം. അല്ലാതെ ഓരോ ആൾക്കാർക്ക് പോയിട്ട് റിപ്ലൈ ചെയ്യാനുള്ള ഇനി അതിന്റെ ആവശ്യമില്ല. കാരണം ഇത്തിരിയൊക്കെ നമ്മൾ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലായി. കാരണം അച്ഛൻ മരിച്ചതിന് ശേഷം മുമ്പുണ്ടായിരുന്ന ടൈപ്പ് ഒരു ബോൾനെസ് അല്ല ഇപ്പൊ ഞങ്ങൾക്ക് ഉണ്ടാവണ്ടേ. അന്ന് കരഞ്ഞിരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു, കാരണം അച്ഛൻ അമ്മയൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു സാധനം. പക്ഷെ ഇപ്പൊ നമുക്ക് കരഞ്ഞിരിക്കാനുള്ള ടൈമില്ല. പാപ്പ വളരെയാണ്, അവളുടെ എഡ്യൂക്കേഷൻ അവളുടെ ബെസ്റ്റ് ആയിട്ടുള്ളതെല്ലാം കൊടുക്കണം. ചേച്ചിനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ ഈ പറയുന്ന പ്രീവിയസ് മാരേജിൽ നിന്നാണെങ്കിലും ഒരു രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഇല്ല. ലൈക്ക് അവരുടെ ഒരു അഗ്രിമെന്റ് വെച്ചിട്ട് പാപ്പുവിന്റെ ഒരു പെർട്ടിക്കുലർ ഏജിൽ ഒരു ചെറിയൊരു എമൗണ്ട് ഇട്ടിട്ടുണ്ട്, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ അതിന്റെ ഇടയിലുള്ള ഒരു സ്റ്റേജിലും ഒരു സപ്പോർട്ടും വരരുത്. കുട്ടിയുടെ കാര്യത്തിൽ പോലും വരെ ഒരു ക്ലോസ് ഉണ്ട് അവരുടെ ഇതിനകത്ത്. സോ എല്ലാം എൻ്റെ ചേച്ചി തന്നെയാണ് കഷ്ടപ്പെട്ട് നോക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഇനിയിപ്പോ ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാത്രമേ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പറയുന്നവര് പറഞ്ഞോട്ടെ, എനിക്ക് വയ്യാന്ന് പറയാനുണ്ട്. പക്ഷെ ഇതിന് മുമ്പൊക്കെ അച്ഛനുള്ളതുകൊണ്ട് നമുക്ക് വീക്ക് ആവാനൊരു പറ്റും. പക്ഷെ ഇപ്പൊ വീക്ക് ആവാൻ പറ്റൂല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ചിരിച്ച് സംസാരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് മനസ്സിൽ വെച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ആ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആക്ടിങ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്തു, വേണ്ടാന്ന് തന്നെ വെച്ചു. കാരണം എനിക്ക് എന്റെ താടി മാറ്റാനും പറ്റൂല. ഇത് വെച്ചിട്ട് തന്നെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നല്ലൊരു ക്യാരക്ടർ ഇട്ടാണെങ്കിൽ ഞാൻ അഭിനയിക്കും. പിന്നെ എനിക്ക് ഇപ്പൊ കുറെ കാലമായിട്ട് അഭിനയിക്കാത്ത, അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച സമയത്ത് അങ്ങനെ ഭീകര നടിയൊന്നും ആയിരുന്നില്ല. എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നു, ഞാൻ പഠിച്ചിട്ടൊക്കെ ഉണ്ട്, അപ്പൊ സ്കില്ലുണ്ടെന്ന് തോന്നുന്നു എവിടേക്കോ, അത്രേ ഉള്ളൂ. അല്ലാതെ അഭിനയം തെളിയിച്ചൊരാളൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ബട്ട് മൈ ഡ്രീം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഫാമിലീനെ ആർക്കും, ഞാൻ എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ കയറാൻ പേടിക്കണം, കയറി പണിയാൻ പേടിക്കണം. അതാണ് എൻ്റെ ഡ്രീം. ആൻഡ് ദെൻ എ ഗുഡ് ഹാപ്പി മാരേജ് ആൻഡ് ഓൾ ദാറ്റ്. പയ്യെ ലേറ്റർ ഓൺ എല്ലാം ഒന്ന്. എന്നെ പേടിക്കാത്ത ഒരാള്, ഞാൻ പേടിക്കുന്നതും ആയിട്ടുള്ള ഒറ്റ ഒരാൾ മതി. അത് എപ്പോഴെങ്കിലും പേടിയല്ലല്ലോ, റിലേഷനിൽ എപ്പോഴും മ്യൂച്വൽ റെസ്പെക്ട് ആണ്. അല്ല, എനിക്കൊരു ഇച്ചിരിയൊക്കെ പേടിയുള്ള നല്ലതാണ്. ഒരാളാണെങ്കിൽ ഞാൻ പേടിച്ചോളാം, കുഴപ്പമില്ല. എന്തായാലും അങ്ങനത്തെ ഒരാൾ ഉടനെ തന്നെ അബ്രാമിയുടെ ലൈഫിലേക്ക് എത്തട്ടെ എന്ന് വിഷ് ചെയ്യാണ്.